വെൽക്കം ടു പ്രപ് സ്കെയിൽ. നമുക്കറിയാം, ഇപ്പോൾ LP-UP സാധ്യതാ പട്ടികകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല ജില്ലകളിലും LP-UP സാധ്യതാ പട്ടികകൾ അഥവാ ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനു മുമ്പ് 2020 എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷവും ഇതുപോലെ സാധ്യതാ പട്ടികകൾ വന്നിരുന്നു. ഇത്ര കട്ട് ഓഫിന് അല്ലെങ്കിൽ ഇത്ര മാർക്കിന് മുകളിലുള്ളവരെയാണ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. അതിനുശേഷം നമുക്കറിയാം ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതുപോലെ ഇന്റർവ്യൂ, ഇതിനൊക്കെ ശേഷമായിരുന്നു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മെ മുമ്പേ പറഞ്ഞതാണ്. ഇനി 2020 നടന്ന ആ LP-UP പരീക്ഷകളിലെ സാധ്യതാ പട്ടികയും ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വന്ന സാധ്യതാ പട്ടികയും നമ്മളൊന്ന് ചെറുതായി ഒന്ന് വിശകലനം ചെയ്യുകയാണ്. നമുക്കറിയാം, നിലവിൽ 4-5 ജില്ലകളിൽ മാത്രമേ ഈ സാധ്യതാ പട്ടിക വന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യം എറണാകുളം ജില്ലയുടെ കാര്യം എടുത്താൽ, എറണാകുളം ജില്ലയിൽ LP-STയുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 39.67 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതായത് 39.67 അതിന് മുകളിലോ ഉള്ളവരെയാണ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആ സാധ്യതാ പട്ടിക വന്ന സമയത്ത് അതിൽ മെയിൻ ലിസ്റ്റിൽ 279 പേരും സപ്ലിമെന്ററിയിൽ 253 പേരുമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ സാധ്യതാ പട്ടിക നോക്കിയാലോ, LP-STയുടെ കട്ട് ഓഫ് 34 ആയിരുന്നു. അതായത് കട്ട് ഓഫ് ഈ തവണ വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അന്ന് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ 365 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 365 പേരുണ്ടായിരുന്നു. അതുപോലെ UP-STയുടെ ഇത്തവണത്തെ കട്ട് ഓഫ് 61.67, കഴിഞ്ഞ പ്രാവശ്യം വലിയ വ്യത്യാസം നമുക്ക് പറയാൻ സാധിക്കില്ല, 61.33. മെയിൻ ലിസ്റ്റിൽ 232 പേരും സപ്ലിയിൽ 250 പേരുമാണ് ഈ തവണത്തെ ഷോർട്ട് ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എറണാകുളം ജില്ലയിൽ ഇങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെയും ഈ തവണത്തെയും ഷോർട്ട് ലിസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റുകൾ അവലോകനം ചെയ്യുമ്പോൾ ഇതാണ് അന്നത്തെയും ഇന്നത്തെയും കട്ട് ഓഫ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ LP-യിൽ അവിടെ കട്ട് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി നമുക്കൊരു കാര്യം അറിയാം, ഇപ്പോ കാലങ്ങളായി കുറച്ചു കാലമായിട്ട് PSC പിന്തുടരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ എല്ലാവരെയും കൂടി ഈ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു സമയമൊന്നുമല്ല. എത്രയാണോ ഒഴിവ് അതിനാനുപാതികമായി വളരെ കുറച്ച് അത്യാവശ്യം വേണ്ട, അതായത് നിയമനം നൽകാൻ സാധിക്കുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാണ്? ചുരുക്കുന്ന ഒരു പതിവ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോ ഈ വന്ന റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട നമുക്ക് എല്ലാവർക്കും തന്നെ ജോലി നേടാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോ വെറുതെ അങ്ങ് ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ജോലി നേടാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അതിന് നമുക്ക് അടുത്ത കടമ്പയായിട്ട് എന്തുണ്ട്? നമുക്കറിയാം, ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? നമ്മൾ നല്ല കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകാനുണ്ട്. അപ്പോൾ ഇതാണ് എറണാകുളത്തെ അവസ്ഥ. ഇനി വയനാട്ടിലേക്ക് വന്നാൽ LP-യിൽ 42 കട്ട് ഓഫ്. കഴിഞ്ഞ തവണ അത് 32.33 ആണ്. അപ്പൊ വലിയൊരു വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റിലേക്ക് വന്നാലോ, മെയിൻ ലിസ്റ്റിൽ 152ഉം സപ്ലിയിൽ 154 പേരെയാണ് അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 391 പേരുടെ മെയിൻ ലിസ്റ്റുള്ള റാങ്ക് ലിസ്റ്റിലാണ്, മെയിൻ പട്ടികയുള്ള ആ റാങ്ക് ലിസ്റ്റ് ആണ് അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. UP-യിലേക്ക് വരുമ്പോൾ 62.33 ആണ് ഇത്തവണ കട്ട് ഓഫ്. കഴിഞ്ഞ തവണ അത് 53 ആണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മത്സരം കൂടുതൽ എന്താണ്? കരുത്താർജിച്ചു വരികയാണ്. നല്ല ശക്തമായ മത്സരം എന്ത് ചെയ്യുന്നുണ്ട്? ഈ LP-UP എക്സാമുകളിലൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കുറെ കാലമായിട്ട് നമ്മുടെ PSC എക്സാമിന്റെ പാറ്റേൺ തന്നെ മാറിയിട്ടുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു എക്സാം നമ്മൾ ക്ലിയർ ചെയ്തു, ശരിയാണ്, നല്ല മാർക്കോടുകൂടി ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നാ ആ ഒരു മാർക്കോട് കൂടി ക്ലിയർ ചെയ്താൽ മാത്രം മതിയോ? പോരാ. ഇന്റർവ്യൂ പോലെയുള്ള കാര്യങ്ങൾക്ക് അത്യധികം പ്രാധാന്യം ഇനിയും നമ്മൾ കൊടുക്കണം. ആ ഇന്റർവ്യൂവില് ഒരു മാർക്ക് നമുക്ക് മാറുമ്പോൾ നമ്മൾ റാങ്കിൽ എത്രത്തോളം മുന്നോട്ടോ പിന്നോട്ടോ പോകുന്നു എന്ന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഒരു മാർക്ക് മാറുമ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്രത്തോളമാണ് ഒരു സൈഡിലേക്ക് മാറുന്നത്, ഒരു മാർക്ക് കൂടുമ്പോൾ നിങ്ങൾ എത്രത്തോളം മുന്നിലേക്ക് വരുന്നു, 1-2 മാർക്ക് കുറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം പിന്നിലേക്ക് പോകുന്നു. ഇത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോ ഈ നമ്മൾ പറഞ്ഞു മത്സരം കൂടുതൽ ശക്തിയാർജിച്ചു വരുന്നുണ്ട്. ഇനി ഇടുക്കിയിൽ LP-ക്ക് 38.67 ആണ് കട്ട് ഓഫ്. കഴിഞ്ഞ തവണ അത് 26.67 ആയിരുന്നു. UP-ക്ക് 57 എന്നുള്ളത് കഴിഞ്ഞ തവണ 50.33 ആണ്. മെയിൻ ലിസ്റ്റിൽ 150 പേരും സപ്ലിയിൽ 147 പേരുമുള്ള ഒരു സാധ്യതാ പട്ടികയാണ്, ഷോർട്ട് ലിസ്റ്റ് ആണ് എവിടെയുള്ളത്? ഈ പറയുന്ന നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്.
ഇനി യു പിയിലെ കാര്യം നോക്കിയാൽ അവിടെ യു പി സ്കൂൾ ടീച്ചർക്ക് നമുക്കറിയാം മെയിൻ ലിസ്റ്റിൽ 125ഉം സപ്ലിയിൽ 128ഉമാണ് വന്നിട്ടുള്ളത്. അത്ര എണ്ണം ആൾക്കാരെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി ആലപ്പുഴയിൽ 42ആണ് LP കട്ട് ഓഫ്. കഴിഞ്ഞ പ്രാവശ്യം അത് 30 ആയിരുന്നു, 30.67. യു പിക്ക് 61.33, കഴിഞ്ഞ തവണ അത് 54. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പത്തനംതിട്ടയിലെ യു പി അസിസ്റ്റന്റിന്റെ മാത്രമേ വന്നിട്ടുള്ളൂ. അത് കട്ട് ഓഫ് 55 ആയിരുന്നു, കഴിഞ്ഞ തവണ 53 ആയിരുന്നു. അങ്ങനെ ഈ പത്തനംതിട്ടയിലെ യു പിയില് മെയിൻ ലിസ്റ്റിൽ 99 പേരും സപ്ലിയിൽ 117 പേരുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോ ഓരോ ജില്ലയിലെയും ഇങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റിന്റെ വലുപ്പം എന്നാണ് നമ്മൾ ഓർമ്മിപ്പിച്ചത്. അപ്പൊ ഈ ഷോർട്ട് ലിസ്റ്റിന്റെ വലുപ്പത്തിന് എന്താ ഇത്ര കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ മടിച്ചു, മാർക്ക് നേടി, റാങ്ക് ലിസ്റ്റിൽ വന്നു, നിങ്ങൾ ഇത്രയും പഠിച്ച പോലെ തന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടും നന്നായി പ്രിപ്പയർ ചെയ്യണം. നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മാർക്കും റാങ്ക് ലിസ്റ്റിലെ നിങ്ങളെ അത്രത്തോളം മുന്നിലേക്ക് എത്തിക്കും. അങ്ങനെ അത്രത്തോളം മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിക്കാം. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ. നമ്മുടെ ഇന്റർവ്യൂ ബാച്ചിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ മുൻപേ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ ഷോർട്ട് ലിസ്റ്റും കട്ട് ഓഫും ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് എത്തിച്ചതാണ്. ഇനി നമ്മുടെ ഇന്റർവ്യൂ ബാച്ചിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇനി ഒരു കാര്യം കൂടി ഓർക്കുക, ഇതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ട്. നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത തവണത്തേതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യണം. നമുക്കറിയാം ഈ തവണത്തെ അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ ഈ ലിസ്റ്റൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ ചിലപ്പോ ഒരു എത്ര കാലം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇതിൽ വന്നിട്ടുണ്ടാവുന്നത്. 2-3 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 1-2 വർഷത്തെ കഠിനമായ പരിശ്രമം കൊണ്ട് ഈ ലിസ്റ്റിൽ വന്ന ആൾക്കാരാ. അപ്പൊ എന്തായാലും പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പോ കിട്ടാത്തവരുണ്ടെങ്കിൽ അവരൊരിക്കലും വിഷമിക്കരുത്. കൂടുതൽ പ്രചോദിതരായി എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോ കിട്ടിയവരാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന നമ്മുടെ ഇന്റർവ്യൂ പോലെയുള്ള കാര്യങ്ങൾക്ക് നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോവാൻ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു.